Hey everyone, it's me Nihal Jubin again, and welcome back to our session on Victorian period from Sarah Learnings. വിക്ടോറിയൻ പീരീഡിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ഏജിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ആ ഏജ് മനസ്സിലാക്കിയാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലല്ലേ അതിനെ റിഫ്ലക്ട് ചെയ്യുന്ന ആ ഒരു ലിറ്ററേച്ചർ എങ്ങനെ വന്നു നമുക്ക് മനസ്സിലാവുകയുള്ളൂ. സോ ഏകദേശം ആ ഒരു കാലഘട്ടം എത്രത്തോളം വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു. ക്വീൻ വിക്ടോറിയയുടെ ആ ഒരു അസെൻഷൻ ടു ദ ത്രോൺ 1837 സംഭവിച്ചു. ഇറ്റ് വാസ് അണ്ടിൽ 1901. പിന്നെ അവർ മകന് കൈമാറി. സോ ആ ഒരു സമയത്ത് വന്നിരിക്കുന്ന ഒരു ലിറ്ററേച്ചറിനെ കുറിച്ചാണ് നമുക്ക് ഇനി പറയാനുള്ളത്. ആ പോയിട്രി, അതുപോലെ തന്നെ ഡ്രാമ, അതുപോലെ തന്നെ നോവലിനെ കുറിച്ചൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ അതിന് മുന്നേ ഞങ്ങൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു കാലഘട്ടം ആക്ച്വലി മുമ്പുണ്ടായിരുന്ന ആ ഒരു റൊമാൻറ്റിക് പീരീഡ് ഓഫ് ലിറ്ററേച്ചറിൽ നിന്നും മോഡേൺ 20th സെഞ്ചുറി റൈറ്റിംഗ്സിലേക്കുള്ള ഒരു ട്രാൻസിഷണൽ ടൈമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ബേസിക്കലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. എങ്ങനെ? ഒന്ന് ഹൈ വിക്ടോറിയൻ ലിറ്ററേച്ചർ, അത് ഏതാണ്ട് ഒരു 1837 അല്ല, 1830 മുതൽ 1870 വരെയുള്ള ഒരു കാലഘട്ടവും, ശേഷം വരുന്ന ഒരു ലേറ്റ് വിക്ടോറിയൻ പീരീഡ്, അതായത് ഏകദേശം ഒരു 1870 ടു 1901 വരെയുള്ള ഒരു കാലഘട്ടമായിട്ടും നമുക്ക് അങ്ങനെ ഡിവൈഡ് ചെയ്യാം. സോ അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു പീരീഡിൽ വന്നിരിക്കുന്ന ഒരുപാട് റൈറ്റിംഗ്സ് ബേസിക്കലി അന്നത്തെ ആ ഒരു കോണ്ടക്സിൽ വന്നിരിക്കുന്നതാണ്. ആ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷനോ, അതിനെ സറ്റൈറൈസ് ചെയ്യുന്ന തരത്തിലോ, അതിനൊരു റിയാക്ഷൻ ആയിട്ടോ, ചിലപ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന തരത്തിലൊക്കെ വന്നിട്ടുണ്ട്. സോ അന്ന് വന്നിരിക്കുന്ന ഒരുപാട് കോമൺ തീംസ് എന്ന് പറയുന്നത് ബേസിക്കലി ദ വാസ് ദിസ് ക്രിറ്റീക്ക് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷനെ ക്രിറ്റീക്ക് ചെയ്യുന്ന ഒരു തീം പ്രോമിനൻ്റ് ആയിരുന്നു. കൂടാണ്ട് റൂറൽ ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഡിറ്റീരിയോറേഷൻ ഭയങ്കരമായിട്ട് ശ്രദ്ധയിൽപ്പെട്ടുള്ള ഒരു സമയമാണ്. അത് അവിടുത്തെ ഒരു കോമൺ തീമായിരുന്നു അന്നത്തെ. കൂടാണ്ട് പാസ്റ്റിൻ്റെ ഒരു ഗ്ലോറിഫിക്കേഷൻ ആൻഡ് സെലിബ്രേഷൻ, ഇൻക്ലൂഡിങ് ദിസ് ഷിവാൽറിക് നോഷൻസ് ആൻഡ് ക്ലാസസ് തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റുകൾ, പിന്നെ വുമൻസ് റൈറ്റ്സ്, ഇതൊക്കെയാണ് വിക്ടോറിയൻ ടൈമിൽ കാര്യമായിട്ട് വന്നിരിക്കുന്നത്. ആൻഡ് ദ വാസ് ദിസ് കോൺസെപ്റ്റ് ഓഫ് മൊറാലിറ്റി, വിക്ടോറിയൻ മൊറാലിറ്റി. അന്നത്തെ ഏർലി ഫേസിലുണ്ടായിരുന്ന ആ ഒരു ഏർലി സ്റ്റേജിലുണ്ടായിരുന്ന ആ റൈറ്റിംഗ്സ് ഒക്കെ ബേസിക്കലി വിക്ടോറിയൻ ലെസൺസും ചില പ്രത്യേക ടീച്ചിങ്സും ചില എക്സ്പെക്ടേഷൻസും റീഡേഴ്സിന് പകർന്നു കൊടുക്കുന്ന സമയത്ത് അവർ പലപ്പോഴും ഈ ഹാർഡ് വർക്കിനെയും അതുപോലെ തന്നെ വിഴിച്ചുവിനെയൊക്കെ ഭയങ്കരമായിട്ട് റൊമാൻറ്റിസൈസ് ചെയ്യുന്ന ഒരു സമയം കൂടിയായിരുന്നു. അപ്പോൾ അങ്ങനെ റൊമാൻറ്റിസൈസ് ചെയ്യുക മാത്രമല്ല, ദ ഹാർഡ് വർക്ക് ആൻഡ് വിഴിച്ചു ആൻഡ് ഗുഡ് നേച്ചർ, ഗുഡ് ബിഹേവിയർ were മോസ്റ്റ്ലി അപ്രീഷിയേറ്റഡ്, അല്ലേ? ആൻഡ് ദ വാസ് ഓൾസോ റിവാർഡഡ് ആസ് വെൽ. ആൻഡ് അതേസമയം പുവർ ബിഹേവിയർ, മിസ്ബിഹേവിയർ, മിസ്ഡിമേനർ, ഇതെല്ലാം പണിഷബിൾ ആയിരുന്നു. അതുപോലെ തന്നെ സംതിങ് ടു ബി കണ്ടംപ്റ്റഡ്, ആളുകളെ പുച്ഛത്തോടെ നോക്കുന്ന ഒരു കാര്യം കൂടിയായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ദ ക്യാരക്ടേഴ്സ് ഓഫ് അറ്റ് ദാറ്റ് ടൈം വർ ഫുൾ ഓഫ് പാഷൻ, ഭയങ്കരമായിട്ട് പാഷനേറ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അത് കൂടാണ്ട് പലപ്പോഴും ദീസ് ക്യാരക്ടേഴ്സ് വർ ഓഫ്റ്റൻ ടെംപ്റ്റഡ് ബൈ ഈവിൾ, അല്ലേ? അപ്പോൾ അവരുടെ വൈൽഡ് ആയിട്ടുള്ള ആ ഒരു സൈഡ്, അല്ലെങ്കിൽ വൈൽഡ് ആയിട്ടുള്ള ആ ഒരു ഇമോഷൻസിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടേഴ്സാണ്, അല്ലെങ്കിൽ അതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്ന ഹീറോസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അത് അന്നത്തെ ആ റൊമാൻറ്റിക് കൺവെൻഷൻസിന് നേരെ എതിരായിട്ടാണ്. ആൻഡ് ഈ ഒരു സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ജാനറുകൾ വരുന്നുണ്ട്. ഒരുപാട് പ്രധാനപ്പെട്ട റൈറ്റിംഗ്സ് പല പല കാറ്റഗറീസിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് യു ടു ദ സെയിം. പോയിട്രി വരുന്നുണ്ട്, നോവൽ വരുന്നുണ്ട്, തിയേറ്ററുകൾ പെർഫോമൻസ് വരുന്നുണ്ട്, നോൺ ഫിക്ഷണൽ വർക്കുകൾ വരുന്നുണ്ട്. ആൻഡ് ഈ ഒരു സമയത്ത് ഗോത്തിക് ആൻഡ് സൂപ്പർ നാച്ചുറൽ ലിറ്ററേച്ചർ വരുന്നുണ്ട്, ആൻഡ് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ഉണ്ട്. കൂടാണ്ട് പുതിയ ജാനറായിട്ട് ഈ ഒരു സമയത്ത് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ടൈപ്സ് ആണ് ഡിറ്റക്റ്റീവ് നോവൽസും സയൻസ് ഫിക്ഷനും. അങ്ങനെ പ്രോഗ്രസ് വന്നു, സയന്റിഫിക് ടെക്നോളജീസ് ഒക്കെ വന്നു, സൈഫൈ ഫിക്ഷനിലേക്ക് ആളുകൾ കടന്നു, അല്ലെ? ഇനി പോയട്രിയുടെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, മേജർ പോയട്രിയുടെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, അന്നത്തെ ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ദേ ആക്ച്വലി എക്സ്പെരിമെന്റഡ് വിത്ത് നെറേറ്റീവ് പോയട്രി ഭയങ്കരമായിട്ട് അവർ എക്സ്പെരിമെന്റ് ചെയ്തു. ആൻഡ് ആ സമയത്തുള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ആള് ആൽഫ്രഡ് ലോർഡ് ടെനിസൺ, നമുക്കറിയാം. അദ്ദേഹത്തിനൊക്കെ ശേഷം ബേസിക്കലി എലിസബത്ത് ബാരഡ് ബ്രൗണിങ്ങിന്റെ ഓരോരാളായി നിങ്ങൾക്കറിയാം. അത് ആക്ച്വലി ഒരു എൻറ്റയർ നോവൽ വേർഡ്സ് ഫോമാറ്റിൽ എഴുതിയിരിക്കുന്ന ഒരു വർക്കാണ്. ക്രിസ്റ്റീന റോസറ്റിയുടെ ഗോബ്ലിൻ മാർക്കറ്റ് വളരെ നല്ലൊരു നെറേറ്റീവ് പോയട്രിക്കൽ ഒരു എക്സാമ്പിളാണ്. പിന്നെ ആ ഒരു സമയത്ത് തന്നെ ഡ്രമാറ്റിക് മോണലോഗ് അവർ എന്ത് ചെയ്തു? ഡെവലപ്പ് ചെയ്തു. അതുകൊണ്ട് തന്നെ റോബർട്ട് ബ്രൗണിങ്ങിന്റെ മൈ ലാസ്റ്റ് ടച്ചേഴ്സ്, അതുപോലെ തന്നെ ആൽഫ്രഡ് ലോർഡ് ടെനിസന്റെ യുളീസസ് പോലെയുള്ള വർക്കുകളൊക്കെ ഈ കാര്യത്തിൽ ശ്രദ്ധേയമാണ്. കൂടാണ്ട് ടെനിസന്റെ ഒരു ലിറിക് ആയിട്ടുള്ള അഥവാ നോൺ നോളേറ്റീവ് പോയിട്രി ആയിട്ടുള്ള കുറച്ച് വർക്കുകൾ വരുന്നുണ്ട്. ജസ്റ്റ് ലൈക്ക് ഇൻ മെമ്മോറിയം, AHH പോലുള്ള വർക്കുകളൊക്കെ വരുന്നുണ്ട്.
കൂടാണ്ട് കുറച്ച് നോൺസെൻസ് അല്ലെങ്കിൽ ലൈറ്റ് വേഴ്സുകൾ വരുന്നുണ്ട്, വിച്ച് ഇസ് എ ജാനർ ദാറ്റ് പ്ലേസ് വിത്ത് സൗണ്ട്സ് ആൻഡ് റിതം ഇൻ മെലോഡിയസ് വേസ്. സൗണ്ട്സും റിതമും വെച്ചിട്ട് വളരെ മെലോഡിയസ് ആയിട്ട് കൊണ്ടുവരുന്ന ഒരു ജാനർ ആ സമയത്ത് ഉണ്ടായിരുന്നു. ജസ്റ്റ് ലൈക്ക് ലൂയിസ് കാരോളിന്റെയും എഡ്വാർഡ് ലിയന്റെയും വർക്കുകൾ, കാരോളിന്റെ ജാബർ വോക്കിയും അതുപോലെ തന്നെ ലിയറിന്റെ ദ ഔൾ ആൻഡ് ദ പുസിക്കാറ്റ് ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. ഞാൻ അന്നത്തെ ആ ഒരു ലിറ്ററേച്ചറിന്റെ ചെറിയൊരു രൂപമേ നിങ്ങൾക്ക് മുന്നിൽ തരുന്നുള്ളൂ. നമ്മൾ ഓരോന്നിനെയും വിശദീകരിച്ചുകൊണ്ട് ഇൻഡിവിജ്വൽ ആയിട്ട് ഡീറ്റെയിൽഡ് ആയിക്കൊണ്ട് നെറ്റ് പെർസ്പെക്റ്റീവിൽ വേണ്ടതെടുത്തുകൊണ്ടും വേണ്ടാത്തത് നമ്മൾ റെസ്ട്രിക്ട് ചെയ്തുകൊണ്ടും ഒരു കൃത്യമായിട്ടുള്ള ഒരു അവലോകനം വരുന്ന ക്ലാസ്സുകളിൽ നടത്തുന്നതായിരിക്കും. ആൻഡ് പ്ലീസ് സ്റ്റേ ഫോർ ദ സെയിം, സ്റ്റേ ട്യൂൺ ഫോർ ദ സെയിം. നമ്മുടെ സൈറയുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഉടൻ തന്നെ ബാക്കി ക്ലാസ്സുകളും അൺലോക്ക് ചെയ്യുക. ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ വിന്നിങ് ആൻഡ് ക്രാക്കിംഗ് UGC NET with JRF this time. ഓക്കെ, അപ്പോൾ ഇത്രയും പോയട്രി ടൈപ്സ് ആ ഒരു കാലഘട്ടത്തിൽ എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു ഓവർവ്യൂ ആണ് തരുന്നത്, അത് പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടെനിസന്റെ മെമ്മോറിയം വളരെ ഫേമസ് ആണ്. അപ്പോൾ അന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ അവർ പോയട്രിയുടെ കേസിലേക്ക് വരുമ്പോൾ ഭയങ്കരമായിട്ട് അവർ അന്നത്തെ ആ ഒരു മെട്രിക് പാറ്റേണുമായിട്ട് അവർ ഭയങ്കരമായിട്ട് എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട്. കാരണം അന്നത്തെ ആ ഒരു എറയുടെ ഒരു ഫോർമാലിറ്റിയുടെ ഒരു റിഫ്ലക്ഷൻ ആണ്. ആൻഡ് അന്നത്തെ പോയട്രി കൂടുതലായിട്ടും ഒരുപാട് ക്ലാസിക്കൽ മിറ്റ്സുകളെ റീറ്റെൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ അന്നത്തെ ഒരു റിലീജിയസ് ഡിലെമാസും സയന്റിഫിക് ഡിസ്കവറീസും അതിൽ വന്നിട്ടുണ്ട്. അതുകൂടെ നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആൻഡ് ഉദാഹരണത്തിന് റോബർട്ട് ആൻഡ് എലിസബത്ത് ബാരറ്റ് ബ്രൗണിംഗ്, അവരുടെ ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രമാറ്റിക്കൽ മോണോലോഗിന്റെ ഒരു എക്സ്പെരിമെന്റേഷൻ. ആൻഡ് കൂടാണ്ട് അവരുടെ ആ ഒരു അവർ പരസ്പരം എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു ലവ് പോയം ഭയങ്കര ഫേമസ് ആയിരുന്നു. അത് കാരണമായിട്ട് അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു പോപ്പുലാരിറ്റി കിട്ടുന്നുണ്ട്. ആൻഡ് അതേസമയം എലിസബത്ത് ബാരറ്റ് ബ്രൗണിംഗ് ഓൾറെഡി ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പോയിറ്റ് ആണ്. ഒരുപാട് സോഷ്യൽ ഇഷ്യൂസിൽ ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള ഒരു റൈറ്ററും കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു പ്രൊലിഫിക് വർക്കുകൾ പലപ്പോഴും ടെന്നിസിന്റെ ഒരു സ്ട്രോങ് ഒരു റൈവൽ ആയിട്ട് മാറുന്നുണ്ട്. കാരണം അവരും വേർഡ്സ്വർത്തിന്റെ ശേഷം ടെനിസന് ആ പോയറ്റ് ലോറിയർഷിപ്പ് കിട്ടുന്ന സമയത്ത് അതിനൊരു സ്ട്രോങ് റൈവലായിട്ട് വരുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് പ്രീ റാഫ്ലൈറ്റ് ബ്രദർഹുഡും കൂടെ വന്നു. നിങ്ങൾക്കറിയാം, ഡാൻറ്റെ, ഗബ്രിയൽ റോസറ്റിയും അവരുടെ സിസ്റ്റർ ക്രിസ്റ്റീനയൊക്കെ ഇതിന്റെ ഭാഗമായിരുന്നു. സോ അവരുടെ ഒരു എയിം എന്തായിരുന്നു? ആർട്ടിനെ കുറച്ചും കൂടി ഒരു നാച്ചുറൽ അപ്രോച്ചുമായിട്ട് റീപ്ലേസ് ചെയ്യുന്നുള്ളതാണ്, അല്ലെ? ആ ഒരു ഇറ്റാലിയൻ റിനസൻസിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് ഒരുപാട് റൈറ്റേഴ്സ് ഈ ഒരു മൂവ്മെന്റിൽ ജോയിൻ ചെയ്യുകയുണ്ടായി. അപ്പൊ അതുവഴി ദി എക്കോർ എ വെരി സിമ്പിൾ ലെസ് ഫോമൽ അപ്രോച്ച് ടു ലിറ്ററേച്ചർ. The Rosettis are the greatest poets of this moment. ഈ ഒരു മൂവ്മെന്റിന്റെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള പോയറ്റ്സ് ആയിട്ട് നമ്മൾ അവരെ കൺസിഡർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്, അല്ലെ? സോ അങ്ങനെ പോയട്രിയുടെ കേസ് ആണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആൻഡ് നോവൽസിലേക്ക് വരുമ്പോൾ as you already know, there was this 18th century tradition of the Gothic lived on in Charlotte Bronte's Jane Eyre. ആ ഒരു ഗോതിക് ട്രഡിഷൻ വരികയുണ്ടായി. ഹോറസ് വാൾപോളിന്റെ വർക്ക് വരുന്നു, ഫ്രാങ്കൻസ്റ്റീൻ എന്ന് പറയുന്ന മേരി ഷെല്ലിയുടെ വർക്ക് വരുന്നു, പിന്നെ ഷാർലറ്റ് ബ്രോണ്ടിയുടെ ജെയിൻ ഐറയിൽ അതിന്റെ ആ ഒരു ഗോതിക് ട്രഡിഷൻ റിവൈവ് ചെയ്യപ്പെടുന്നു 1847. പിന്നെ സെൻസേഷൻ ഫിക്ഷൻ വരുന്നു. ഇറ്റ് സെന്റേഴ്സ് ഓൺ ഡിസെപ്ഷൻ ആൻഡ് ബൈഗമി. ഡിസെപ്ഷൻ എന്ന വഞ്ചന, അതുപോലെ തന്നെ ഹാവിങ് ടു ലവേഴ്സ് അറ്റ് ദ സെയിം ടൈം. സോ കാരണം ആളുകൾ ഫേക്ക് മാരേജിലേക്കും ഫേക്ക് റിലേഷൻഷിപ്പിലേക്കും ലുവേർഡ് ആവുന്നു, ടെംപ്റ്റഡ് ആവുന്നു. ആ ഒരു സിറ്റുവേഷനെ കാണിക്കുന്ന സെൻസേഷണൽ ആയിട്ടുള്ള ഫിക്ഷൻ ആ സമയത്ത് വരുന്നുണ്ട്. ജസ്റ്റ് ലൈക്ക് വിൽക്കി കോളിന്റെ ദി വുമൻ ഇൻ വൈറ്റ്, മേരി എലിസബത്ത് ബ്രാഡന്റെ ലേഡി ഓട്ട്ലി സീക്രട്ട് പോലെയുള്ള വർക്കുകളൊക്കെ ഈ സമയത്ത് വരുന്നുണ്ട്. പിന്നെ മെലോ ഡ്രാമാസ് വരുന്നുണ്ട്, വേർ വി ആക്ച്വലി ഡിവൈഡ് ക്യാരക്ടേഴ്സ് into those who are vicious and those who are virtuous. അതായത് ഭയങ്കര വിഷ്യസ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ ഉണ്ടാവും, കുറച്ച് വേർച്വസ് ആയിട്ടുള്ള ആളുകൾ, നല്ലവരും കെട്ടവനും. അങ്ങനെ ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡിസ്റ്റിങ്വിഷിംഗ് ആയിട്ടുള്ള ഒരു ലൈൻ അവിടെ കൊണ്ടുവരുന്ന തരത്തിലുള്ള മെലോ ഡ്രാമാസ് ഉണ്ട്. സറ്റൈറിക്കൽ റിയലിസം വരുന്നുണ്ട്. മാക്ബീസ് താക്കറയുടെ വാനിറ്റി ഫെയർ ഒരു സറ്റൈറിക്കൽ റിയലിസം ആയിരുന്നു. സൈക്കോളജിക്കൽ റിയലിസം വരുന്നുണ്ട്. ജോർജ് എലൈറ്റിന്റെ മിഡിൽ മാർച്ച് വളരെ നല്ലൊരു എക്സാമ്പിൾ ആണ്. സോഷ്യൽ റിയലിസ്റ്റിക് നോവൽസ് വരുന്നുണ്ട്. ചാൾസ് ഡിക്കൻസിന്റെ ഒരുപാട് വർക്കുകൾ നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിന്റെ ഒലിവർ ട്വിസ്റ്റും ബ്ലേക്ക് ഹൗസ് ഒക്കെ ഇതിന് നല്ലൊരു എക്സാമ്പിൾ ആണ്. സോ അങ്ങനെ നോവലിന്റെ കാറ്റഗറീസിലാണെങ്കിലും ഭയങ്കരമായിട്ട് വലിയ വലിയ മാറ്റങ്ങൾ അവിടെ സംഭവിക്കുകയുണ്ടായി, റൈറ്റ്? ആൻഡ് ആ ഒരു സമയത്ത് നിങ്ങൾക്കറിയാം ബ്രോണ്ടി സിസ്റ്റേഴ്സിന്റെ റൈറ്റിംഗ്സ് നിങ്ങൾക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷാർലറ്റ് ബ്രോണ്ടിയുടെയും എമിലിയുടെയും ആൻ ബ്രോണ്ടിയുടെയും ഒക്കെ ഒരു ഈ സിസ്റ്റേഴ്സ് അവരുടെ വർക്കുകളൊക്കെ മെയിൽ സ്യൂഡോണിമിലായിട്ടാണ് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ലൈക്ക് കർ എലിസ് ആൻഡ് ആക്ടൻ ബെൽ എന്നുള്ള പേരിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, റൈറ്റ്? കാരണം ബിക്കോസ് ദേ വാണ്ടഡ് ടു ബി ടേക്കൻ മോർ സീരിയസ്ലി. കാരണം പുരുഷന്മാരാണെങ്കിൽ they will be taken seriously, but otherwise the females
ആണെങ്കിൽ they won't be taken that much serious, അല്ലെങ്കിൽ they will be always looked down. അപ്പോൾ ആ ഒരു കേസ് വരുന്നത് കൊണ്ട് അപ്പോൾ അന്നത്തെ ആ ഒരു പൊളിറ്റിക്കൽ ജെൻഡർ ഇനീക്വാലിറ്റി അവിടെ വരച്ചു കാണിക്കുന്നുണ്ട്. ആൻഡ് അവിടെ നോവൽസിലൊക്കെ കുറച്ച് അൺകൺവെൻഷണൽ ആയിട്ടുള്ള തീംസുകളൊക്കെ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാകും. ജസ്റ്റ് ലൈക്ക് വയലൻസ് വന്നിട്ടുണ്ട് ആൻഡ് എ ഡീപ് ഡിസയർ ഫോർ ഫ്രീഡം, കൂടാണ്ട് എ വൈൽഡർനെസ് ഓഫ് സ്പിരിറ്റ്, കൂടാണ്ട് ഫെമിനിസം, സൂപ്പർ നാച്ചുറൽ, ഇതുപോലെയുള്ള എലമെന്റുകളൊക്കെ അതിൽ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ആൻഡ് അവരുടെ വർക്കുകൾ പലപ്പോഴും കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് കൂടി കൺസിഡർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ നമ്മുടെ വുതറിംഗ് ഹൈറ്റ്സ് ഒക്കെ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എമിലി ബ്രോണ്ടിയുടെ, ഷാർലറ്റ് ബ്രോണ്ടിയുടെ ജെയിൻ ഐറെ, ആനിൻ്റെ ദ ടെനന്റ് ഓഫ് ദ വൈൽഡ് ഹെൽത്ത് ഹാൾ പോലെയുള്ള വർക്കുകളൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അത് കൂടാണ്ട് മക്പീസ് താക്കറയുടെ ഞാൻ പറഞ്ഞു, അദ്ദേഹം ഒരു പാരഡിസ്റ്റ് ആയിരുന്നു, സറ്റയറിസ്റ്റ് ആയിരുന്നു. പക്ഷേ ഇദ്ദേഹം പിന്നീട് കുറച്ചും കൂടി ഒരു സ്ട്രോങ് സറ്റയറിക് കോമ്പനന്റോട് കൂടി ഇദ്ദേഹം എഴുതാൻ തുടങ്ങി. ആൻഡ് ദാറ്റ്സ് ആക്ച്വലി സെലിബ്രേറ്റഡ് ഇൻ വാനിറ്റി ഫെയർ, അല്ലേ? അദ്ദേഹത്തിന്റെ ലൈഫിൽ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കായിരുന്നു വാനിറ്റി ഫെയർ എന്ന് പറയുന്നത്. കാരണം അന്നത്തെ ആ ഒരു 19th സെഞ്ചുറി ബ്രിട്ടീഷ് സൊസൈറ്റി ഇദ്ദേഹം ലാംബോൺ ചെയ്യാണ്, സറ്റയറൈസ് ചെയ്യാണ്. പക്ഷേ ഇത് ആക്ച്വലി നെപ്പോളിയോണിക് വാറിലാണ് സെറ്റ് ചെയ്തെങ്കിലും ആക്ച്വലി ഇദ്ദേഹത്തിന്റെ ഒരു ടാർഗറ്റ് ആയിരുന്നു അന്നത്തെ ബ്രിട്ടീഷ് സൊസൈറ്റിയാണ്. സോ ഇതിന്റെ ഒരുപാട് ഫിലിം അഡാപ്റ്റേഷൻസ് വന്നിട്ടുണ്ട്. ആൻഡ് ബ്രിട്ടീഷ് പബ്ലിക് ഇപ്പോഴും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വർക്കും കൂടിയാണ് നമ്മുടെ വാനിറ്റി ഫെയർ എന്ന് പറയുന്ന ഈ ഒരു വർക്ക് എന്ന് പറയുന്നത്. റൈറ്റ്. ആൻഡ് പിന്നെ ഇൻഡസ്ട്രിയൽ നോവൽസ് വരുന്നുണ്ട്, വളരെ ശ്രദ്ധേയമാണ്. ഡിക്കൻസിന്റെ ഹാർഡ് ടൈംസ് വരുന്നുണ്ട്, എലിസബത്ത് ഗാസ്കലിന്റെ നോർത്ത് ആൻഡ് സൗത്ത് വരുന്നുണ്ട്. പിന്നെ എംപയറുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെ, ബ്രിട്ടീഷ് സാമ്രാജ്യം, അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വർക്കുകൾ വരുന്നുണ്ട്. ജസ്റ്റ് ലൈക്ക് അദ്ദേഹത്തിന്റെ റുഡ്യാർഡ് കിപ്ലിങ്ങിന്റെ നോവലായിട്ടുള്ള കിം, ജോസഫ് കോൺറാഡിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്, ഇതുപോലുള്ള വർക്കുകളൊക്കെ ഈ ഒരു കാലഘട്ടത്തിന്റെ ഇത്തരത്തിലുള്ള ഒരു എംപയറിനെ പ്രതിനിധീകരിക്കുന്ന വർക്കുകളാണ്. ഓക്കെ, ഇനി ഇത് മാത്രമാണോ? അല്ല, നോൺ ഫിക്ഷണൽ വർക്കുകളായിട്ടുള്ള ജേർണലിസം, പീരിയോഡിക്കൽ റൈറ്റിംഗ് വരുന്നുണ്ട്. ലൈക്ക് ജോൺ റസ്കിൻ, തോമസ് കാരലൈൽ, തോമസ് ബാബിങ്ടൺ മക്കോളെ, ജോൺ സ്റ്റുവർട്ട് മിൽ, മാത്യു ആർനോൾഡ്, ഇവരെല്ലാവരും ഒരുപാട് ഫേമസ് വർക്ക്സുകൾ എഴുതുകയുണ്ടായി. ആൻഡ് ഒരുപാട് നോൺ ഫിക്ഷണൽ പ്രോസുകളും എഴുതുകയുണ്ടായി. അത് അന്നത്തെ ബ്രിട്ടീഷ് ഹിസ്റ്ററിയും അതുപോലെ തന്നെ ബ്രിട്ടീഷ് സൊസൈറ്റിയിലുള്ള കറന്റ് ട്രെൻഡ്സുകളെ അനലൈസ് ചെയ്തുകൊണ്ട് കുറേ നോൺ ഫിക്ഷണൽ വർക്കുകൾ അവർ എഴുതുകയുണ്ടായി. ഒരുപാട് ഫീമെയിൽ ജേർണലിസ്റ്റുകൾ ഉണ്ടായിരുന്നു, ജസ്റ്റ് ലൈക്ക് ഹാരിയറ്റ് മാർട്ടിനിയോ, കൂടാണ്ട് കുറച്ച് പ്രൊമനന്റ് ആയിട്ടുള്ള റിഫോമേഴ്സ് കൂടെ അതിൽ വരുന്നുണ്ട്. ഫ്ലോറൻസ് നൈറ്റിംഗേൽ, നിങ്ങൾക്കറിയാലോ. ഇവരെല്ലാവരും അന്നത്തെ ബ്രിട്ടീഷ് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്രശ്നങ്ങളെ ആളുകളെ അവെയർ ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പീരിയോഡിക്കൽ പ്രസ്സിൽ വഴി നോൺ ഫിക്ഷണൽ ആയിട്ട് അവർ എഴുതിയിട്ടുണ്ട്. പിന്നെ ഡിക്കൻസ് ഒരു ലിറ്റററി മാഗസിൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് ഹൗസ് ഹോൾഡ് വേർഡ്സ് എന്നായിരുന്നു പേര്. അത് കൂടാണ്ട് എലിയറ്റ് എഡിറ്റഡ് ദ വെസ്റ്റ്മിൻസ്റ്റർ റിവ്യൂ, ഒരുപാട് കാലത്തോളം എലിയറ്റും വെസ്റ്റ്മിൻസ്റ്റർ റിവ്യൂ ജോർജ് എലിയറ്റ് എഡിറ്റ് ചെയ്യുകയുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് നോൺ ഫിക്ഷണൽ ആയിട്ടുള്ള ഏരിയയിലും ഒരുപാട് ആക്ടിവിസം അല്ലെങ്കിൽ ഒരു പാർട്ടിസിപ്പേഷൻ ഒരുപാട് റൈറ്റേഴ്സിൻ്റെതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ചിൽഡ്രൻസ് ലിറ്ററേച്ചർ എടുക്കുകയാണെങ്കിൽ ലൂയിസ് കാരോളിന്റെ ആലീസ് അഡ്വഞ്ചേഴ്സ് ഇൻ വണ്ടർലാൻഡ്, കൂടാണ്ട് ത്രൂ ദ ലുക്കിംഗ് ഗ്ലാസ് പോലുള്ള വർക്കുകൾ വരുന്നത്, ജെയിം ബാരിയുടെ പീറ്റർ ആൻഡ് വെൻഡി, അങ്ങനെ ഒരു ഫാന്റാസ്റ്റിക്കൽ മെർമെയ്ഡൊക്കെ ഉള്ള ഒരു സ്ഥലം, ലഗൂൺസ്, ഈവിൽ പ്രയർ, ഫെയറി മാജിക്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന പീറ്റർ ആൻഡ് വെൻഡി പോലുള്ള വർക്കുകളൊക്കെ ഈ സമയത്ത് ചിൽഡ്രൻസ് ലിറ്ററേച്ചറും കുറച്ച് വരുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം ഒരു ബേസിക് ആയിട്ട് ആകത്തുകയായിട്ട് അറിഞ്ഞിരിക്കുക. കാരണം we are going to dive deeper into every single writers and their major works. പിന്നെ ഫിൻഡി സേക്കിൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ നമ്മൾ എന്താ പെടുത്തുന്നത് നോക്കാം. ദ ലാസ്റ്റ് പാർട്ട് ഓഫ് വിക്ടോറിയൻ പീരീഡ്, ആ ഒരു 1880 to 1900s സമയത്താണ് നമ്മൾ ഈ ഒരു പേര് നമ്മൾ കൊടുക്കുന്നത്. അതായത് ദ എൻഡ് ഓഫ് ദ സെഞ്ചുറി. ഇതൊരു ഫ്രഞ്ച് ടേമാണ്, അതിനർത്ഥം ആ ഒരു എൻഡ് ഓഫ് സെഞ്ചുറി. ഈ ഒരു സമയത്ത് തോമസ് ഹാർഡി ആക്ച്വലി ഒരു മോഡേണിസ്റ്റ് ആണെന്ന് പറയാം. അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വരുന്ന പല റൈറ്റിംഗ്സും ആ മോഡേണിസ്റ്റിക് ട്രെൻഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഡിപ്രസിംഗ് നോവൽസ് ആണ് ടെസ് ഓഫ് ദ ജെർബെവിലസ്. അതിലെ ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര ഡീപ്പാണ് ഈ കാര്യത്തിൽ. അതുപോലെ തന്നെ ജൂഡ് ദൊബ്സ്കിയോടൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു മോഡേണിസത്തിലേക്കുള്ള ഒരു ട്രാൻസിഷൻ കാണാം. അതായത് അന്നത്തെ ഒരു റിയലിസത്തിൽ നിന്നും ഒരു സ്വേയിങ്, ഒരു ചാഞ്ചാട്ടം, ഒരു ഡിസ്ട്രാക്ഷൻ, ഡീവിയേഷൻ നമുക്ക് കാണാൻ സാധിക്കും. സോ ആർതർ കോനൻ ഡോയിലിന്റെ ഫേമസ് ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള ഷെർലക് ഹോംസ് എന്ന് പറയുന്ന ഒരു ഡിറ്റക്റ്റീവ് ഫിക്ഷൻ ഈ സമയത്ത് വരികയുണ്ടായി. സയൻസ് ഫിക്ഷൻ, എച്ച് ജി വെൽസിന്റെ ആ ഒരു ടൈം മെഷീൻ എന്ന് പറയുന്ന വർക്കോട് കൂടി ടൈം ട്രാവലിംഗ് ഒക്കെ ആളുകൾക്ക് മുന്നിൽ കൊണ്ടുവരികയും അതുപോലെ തന്നെ ഏലിയൻ ഇൻവെൻഷൻ വരുന്ന ദ വാർ ഓഫ് ദ വേൾഡ്സ് എന്ന് പറയുന്ന വർക്കുകളിലൂടെയൊക്കെ ആളുകൾക്ക് ഈ ഒരു സയൻസ് ഫിക്ഷനെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു ബോധവൽക്കരണം ലഭിക്കുകയുണ്ടായി. അങ്ങനെ സൈഫൈ ഫിക്ഷൻ അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. പിന്നെ ഭയങ്കര ഹിലാരിയസ്ലി വിറ്റി ആയിട്ടുള്ള പ്ലേസ് വരുന്നത് ഓസ്കാർ വൈൽഡിന്റെ ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഏർണസ്റ്റ്, ബൺബറിയിങ് പോലെയുള്ള ടേംസ് ഒക്കെ അതിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പൊ ഈ ഒരു ഫിൻഡി സേക്കിൾ അഥവാ ആ ഒരു സെഞ്ചുറിയുടെ അവസാനത്തെ സമയത്ത് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഇവയൊക്കെയാണ്. റൈറ്റ്. ആൻഡ് ഇത് മാത്രമാണോ? അല്ല, ഒരിക്കലുമല്ല.
എപ്പോഴും ശ്രദ്ധിക്കുക, ഞാൻ നിങ്ങൾക്ക് ഒരു ഓവർവ്യൂ ആണ് നൽകിക്കൊണ്ടിരുന്നത്. ഇത് മാത്രമാണോ? അപ്പോൾ പ്ലേ റൈറ്റ്സ് അഥവാ ഡ്രാമയുടെ കേസിൽ കാര്യമായിട്ടുള്ള മാറ്റമൊന്നും വന്നിട്ടില്ലേ? ഡെഫിനറ്റ്ലി ചെറിയ ചെറിയ മാറ്റങ്ങൾ ഈ ഡ്രാമയുടെ കേസിലും അവിടെ സംഭവിച്ചിട്ടുണ്ട്. ആൻഡ് നോട്ട് വർത്തി ആയിട്ടുള്ള ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സമയത്ത് ക്വീൻ വിക്ടോറിയയുടെ സമയത്ത് അവർ തിയേറ്ററും ഭയങ്കരമായിട്ട് അവർ പ്രൊമോട്ട് ചെയ്തു. ആൻഡ് അന്നത്തെ ആ ഒരു തിയേറ്ററിൽ ഭയങ്കരമായിട്ടുള്ള ഒരു കോമിക് എലമെന്റ് ഉണ്ടായിരുന്നു. കാരണം ഹൈ കോമിക് എലമെന്റ്, ഹൈ കോമഡി എലമെന്റ് ഉണ്ട്, ലോ കോമഡി എലമെന്റ് ഉണ്ട്. കാരണം ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഓസ്കാർ വൈൽഡിന്റെ ആ ഒരു ഹിലാരിയസ്ലി വിറ്റി പ്ലേസിനെ ഞാൻ എടുത്തു പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓസ്കാർ വൈൽഡിന്റെ ആ ഒരു വിക്ടോറിയൻ കോമിക് മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഈ ഒരു ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് അവേർനെസ്സിലേക്ക് വരുമ്പോൾ അതൊരു ആ ഒരു ടൈമിന്റെ ഒരു സറ്റാരിക് റിഫ്ലക്ഷൻ ആയിട്ട് വന്നു. ആ ഒരു വിക്ടോറിയൻ മൊറാലിറ്റി, അന്നത്തെ ആ ഒരു പീപ്പിൾസ് ടെൻഡൻസി ടു കീപ് ദെയർ ഫേസസ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അതിൽ മേജർ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് വന്നു. സോ പിന്നെ ഗോതിക് ലിറ്ററേച്ചറിലേക്കുള്ളൊരു ഒരു കാര്യം ഞാൻ പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു. ആൻഡ് അന്നത്തെ ആ ഒരു ഗോതിക് ലിറ്ററേച്ചർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബേസിക്കലി റൊമാൻസും ഹൊററും കൂടെ അവർ കമ്പൈൻ ചെയ്തുകൊണ്ട് ആളുകളെ ത്രില്ല് ചെയ്യാനും ടെറിഫൈ ചെയ്യാനുള്ള ഒരു ഉദ്ദേശമാണ് അവർക്ക് അതിലുണ്ടായിരുന്നത്. ആൻഡ് അതിൽ പലപ്പോഴും ഇത് ആക്ച്വലി വല്ല കാസലിലോ സെമെട്രീസിലോ അല്ലെങ്കിൽ വല്ല മൊണാസ്ട്രീസിലൊക്കെ ആയിരിക്കും ഇത് കഥ നടക്കുന്നത്. റൈറ്റ്. ആൻഡ് ഞാൻ നേരത്തെ പിന്നെ ചിൽഡ്രൻസ് ലിറ്ററേച്ചറിന്റെ ആ ഒരു ഇൻഫ്ലുവൻസും പറഞ്ഞു. ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് വന്നു. എഡ്ഗാർ അലൻ പോ, അദ്ദേഹമാണ് ഇതിന്റെ ആശാൻ എന്ന് പറയുന്നത് ഡിറ്റക്റ്റീവ് സ്റ്റോറീസിന്റെ. പക്ഷെ പിന്നീട് നമ്മുടെ ഷെർലക് ഹോംസ് ഒക്കെ വരുമ്പോഴാണ് നമുക്ക് ഇത്രയും പ്രോമിനന്റ് ആയിട്ടുള്ള ഒരാളെ കിട്ടുന്നത്. പിന്നെ മറ്റൊരു ക്ലാസിക് ഡിറ്റക്റ്റീവ് ക്യാരക്ടറാണ് ഹെർക്യൂൾസ് പോയറ്റ് ബൈ അഗത ക്രിസ്റ്റി, അല്ലെ? സോ എഡ്ഗാർ അലൻ പോയുടെ ദ മർഡർ ഇൻ ദ റിവ്യൂ മോർഗ് ആദ്യത്തെ ഡിറ്റക്റ്റീവ് സ്റ്റോറി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷേ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് സർ ആർതർ കോനൻ ഡോയലിനെയാണ്. എഡ്ഗാർ അലൻ പോ ഈസ് ബേസിക്കലി എൻ അമേരിക്കൻ റൈറ്റർ, അല്ലെ? ആൻഡ് ഇംഗ്ലീഷ് നോവലിസ്റ്റ് ആയിട്ടുള്ള വിൽക്കി കോളിൻസ് ഒരു ഡിറ്റക്റ്റീവ് നോവൽ പബ്ലിഷ് ചെയ്യുകയുണ്ടായത്, മൂൺ സ്റ്റോൺ എന്ന് പറയുന്നത്. ഇതും ഇതിൽ നമ്മൾ ഓർത്ത് വെച്ച് ചെയ്യേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. ആൻഡ് H.G. വെൽസിന്റെയും ജൂൾസ് വെർണിന്റെയും വർക്കുകളൊക്കെ സയൻസ് ഫിക്ഷനായിട്ട് ബന്ധപ്പെട്ട് ഓർത്ത് വെക്കണം. കൂടുണ്ട് ജോണസ് കെപ്ലറിന്റെ സോംനിയം പോലുള്ള വർക്കുകൾ നമുക്ക് സയൻസ് ഫിക്ഷനുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ട് ഓർത്ത് വെക്കണം. ആൻഡ് ഇന്ന് നമ്മൾ വിക്ടോറിയൻ ലിറ്ററേച്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ വി മൈറ്റ് റിയലി ഫീൽ ദാറ്റ് ഇത് കുറച്ച് പ്രിയൂഡിഷ് ആണ്, കുറച്ച് റിജിഡ് ആണ്, കുറച്ച് എക്സസീവ്ലി ഫോമൽ ആണെന്നൊക്കെ തോന്നും. പക്ഷെ ആ ഒരു ലേറ്റ് അവസാനത്തെ സെഞ്ചുറി ആയപ്പോഴേക്ക് ഇത് ദ ഫെൻറ്റി സൈക്കിൾ ആ ഒരു സമയം എൻഡ് ഓഫ് ദ സെഞ്ചുറി ആയപ്പോഴേക്ക് ഇതിനെതിരെ ഒരു ക്രിറ്റിസിസവും ട്രാൻസിഷനൊക്കെ ഞാൻ തോമസ് ഹാർഡിയിൽ പറഞ്ഞതുപോലെ ഒരുപാട് റൈറ്റേഴ്സിന്റെ വർക്കുകളിലൂടെ ആ ഒരു ട്രാൻസിഷൻ നമുക്ക് കാണാൻ സാധിക്കും. റൈറ്റ്, അവരുടെ ആ ഒരു ക്രിറ്റീക്കും അതിനെതിരായിട്ട് കാണാൻ സാധിക്കും. സോ അത്തരത്തിലുള്ളൊരു ട്രാൻസിഷണൽ ആയിട്ടുള്ള ഒരു ബിഗിനിങ്ങോട് കൂടി പിന്നീട് മോഡേൺ സെഞ്ചുറിയുടെ ഒരു തുടക്കം നമുക്ക് പിന്നീട് കാണാൻ സാധിക്കുന്നതാണ്. സോ ഇത്രയും ഭാഗം വിക്ടോറിയൻ ലിറ്ററേച്ചറിനെ രാഗത്തുകയായിട്ട് മനസ്സിലാക്കാൻ വളരെ മസ്റ്റാണ്, നിർബന്ധമാണ്. ആൻഡ് ഇതിനു ശേഷമുള്ള വരും ക്ലാസ്സുകളിൽ നമ്മൾ എന്ത് ചെയ്യും? ഏറ്റവും പ്രധാനമായിട്ട് ഈ ഓരോരോ കാറ്റഗറിയും എടുത്തുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട റൈറ്റേഴ്സിനെയും അവരുടെ എല്ലാ വർക്കുകളെയും നമ്മൾ വിസ്തരിക്കുന്നതായിരിക്കും, പഠിക്കുന്നതായിരിക്കും. അങ്ങനെ ഡെഫിനറ്റ്ലി വി ആർ ഗോണ ക്രാക്ക് UGC നെറ്റ് ആൻഡ് JRF ദിസ് ടൈം. എപ്പോഴും ശ്രദ്ധിക്കാം, പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യണം. ആൻഡ് PYQസിന് അനുസൃതമായിട്ട് ട്രെൻഡ് നോട്ടീസ് ചെയ്തുകൊണ്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ രൂപങ്ങളും ടൈപ്പുകളും ആ ആഴവും ഡെപ്തും പ്രോപ്പറായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ പഠിക്കാൻ. അത്തരത്തിലൊരു കോച്ചിങ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് പ്രോപ്പറായിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ആൻഡ് definitely crack it this time. That's it. Thank you so much for listening and have a great day ahead, everyone.